ഹായ് എവ്രി വൺ, ഇ ഡ്രോപ്സ് എഡ്യൂക്കേഷണൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഭാവിയിൽ ഒരു സമയം പറഞ്ഞിട്ട് ആ സമയമാവുമ്പോഴേക്ക് ഒരു കാര്യം നടന്നിട്ടുണ്ടാകും, ചെയ്തിട്ടുണ്ടാകും, ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഒരു കാര്യം അവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ടാകും, അവിടെ അതിൻ്റെ റിസൾട്ട് ഉണ്ട്. അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ ഈ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് പറയുന്നത്. അപ്പം അങ്ങനെ പ്രസൻറ്റിലാണെങ്കിൽ ഞാൻ കഴിച്ചിട്ടുണ്ട് എന്നായിരിക്കും, പാസ്റ്റിലാണെങ്കിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ്, ഫ്യൂച്ചറിലാവുമ്പോൾ കഴിച്ചിട്ടുണ്ടാകും എന്നാണ് വരിക. അപ്പോൾ ഈ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൻ്റെ പാറ്റേൺ എന്താണെന്ന് നോക്കാം. സബ്ജക്റ്റ് ഉണ്ടാവും, വില്ല് ഉണ്ടാവും അല്ലെങ്കിൽ ഷാൾ ഉണ്ടാവും, പിന്നെ ഹാവ് ഉണ്ടാവും. പെർഫെക്റ്റ് ടെൻസ് ആയതുകൊണ്ട് ഹാവ് നിർബന്ധമാണ്. പിന്നെ ഹാവിൻ്റെ കൂടെ V3 ആണ് വരിക, വേർബിൻ്റെ മൂന്നാമത്തെ രൂപം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഗോ എന്നാണെങ്കിൽ ഗോ, വെൻറ്റ്, ഗോൺ. ഗോൺ എന്നാണ് V3. അതുപോലെ ഓരോ വേർബിൻ്റെയും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് ഹാവിൻ്റെ കൂടെ ഉണ്ടാവുക. അപ്പോൾ പെർഫെക്റ്റ് ടെൻസിലൊക്കെ ഹാവ് ഉണ്ടാവും. പ്രസൻറ്റ് പെർഫെക്റ്റിലാണെങ്കിൽ ഹാവാണ്, പാസ്റ്റിലാണെങ്കിൽ ഹാഡാണ്. ഇവിടെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ആയതുകൊണ്ട് വിൽ ഹാവ് ആണ് ഉണ്ടാവുക. അതിൻ്റെ ഹാവിൻ്റെ കൂടെ എന്തായാലും V3 ഉണ്ടാകും. പ്രസൻറ്റിലാണെങ്കിൽ നമ്മൾ പറയുമല്ലോ, ഞാൻ കഴിച്ചിട്ടുണ്ട്, ഞാൻ പോയിട്ടുണ്ട്, ഞാൻ ഡൽഹിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ പാസ്റ്റിലാണെങ്കിൽ പോയിട്ടുണ്ടായിരുന്നു, ഞാൻ പോയിട്ടുണ്ടായിരുന്നു, ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കഴിഞ്ഞ രൂപമാണ്. ഇനി ഫ്യൂച്ചറിൽ വരുമ്പോൾ എന്താണ് ചെയ്യുക? കഴിച്ചിട്ടുണ്ടാകും, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും, പോയിട്ടുണ്ടാകും, ഞാൻ അവിടെ എത്തുമ്പോഴേക്ക് അമ്മ പോയിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ പറയാനാണ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്കതിൻ്റെ സെൻറ്റൻസ് നോക്കാം. ദേ വിൽ ഹാവ് കംപ്ലീറ്റഡ് ദ വർക്ക് ബൈ ടുമോറോ ഈവനിങ്. നാളെ വൈകുന്നേരത്തോടെ അവർ വർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ടാകും. നാളെ വൈകുന്നേരത്തോടെ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും. ദേ വിൽ ഹാവ് കംപ്ലീറ്റഡ് ദ വർക്ക് ബൈ ടുമോറോ ഈവനിങ്. ദേ വിൽ ഹാവ് കംപ്ലീറ്റഡ്. അപ്പോൾ എന്താണ്? ദേ വിൽ ഹാവ് കംപ്ലീറ്റഡ് ദ വർക്ക്. നാളെ വൈകുന്നേരത്തോടെ അവർ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും. അവിടെ ഒരു റിസൾട്ട് ഉണ്ട്. I shall have completed 30 years of service next July. വരുന്ന ജൂലൈയിൽ ഞാൻ സർവീസിലായിട്ട് 30 വർഷം തികച്ചിട്ടുണ്ടാകും. ഈ ജൂലൈ വരുമ്പോൾ ഞാൻ 30 വർഷം പൂർത്തിയാക്കിയിട്ടുണ്ടാകും സർവീസിലായിട്ട്. അപ്പോൾ അതാണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം. അപ്പോൾ വരുന്ന ആ സമയമാകുമ്പോഴേക്ക് ഇത് കഴിഞ്ഞിട്ടുണ്ടാവും, അത് ചെയ്തിട്ടുണ്ടാവും, പൂർത്തിയാക്കിയിട്ടുണ്ടാവും എന്നൊക്കെ പറയാൻ. നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കാം. The train will have left by the time you reach the station. The train will have left. ട്രെയിൻ പോയിട്ടുണ്ടാകും. By the time you reach the station. നിങ്ങൾ സ്റ്റേഷനിലെത്തുമ്പോഴേക്ക്, നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തുമ്പോഴേക്ക് ട്രെയിൻ അവിടെ നിന്ന് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഉണ്ടാവുക എന്നൊരർത്ഥം ഇവിടെ ഉണ്ട്. എല്ലാ സെൻറ്റൻസിലും ഉണ്ടാവുക, ഒരു റിസൾട്ട് അവിടെ കാണുന്നുണ്ട്. അടുത്ത് നോക്കാം. She will have cleaned the house by the time we reach. നമ്മൾ വീട്ടിലെത്തുമ്പോഴേക്ക് അവൾ വീട് ക്ലീൻ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്തുന്നേ ഉള്ളൂ, അപ്പോൾ അപ്പോഴേക്ക് അവളവിടെ വീട് ക്ലീൻ ചെയ്തിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. She will have cleaned the house by the time we reach. നമ്മളെത്തുമ്പോഴേക്ക് അവൾ വീട് ക്ലീൻ ചെയ്തിട്ടുണ്ടാകും, വൃത്തിയാക്കിയിട്ടുണ്ടാവും. He will have arrived at the airport in the morning. രാവിലെ അയാൾ അവിടെ ഇറങ്ങിയിട്ടുണ്ടാവും, എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുണ്ടാവും. നമ്മൾ ആളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ രാവിലെ പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ആവുമ്പോഴേക്ക് അദ്ദേഹം എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുണ്ടാവും എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം. He will have arrived at the airport in the morning. രാവിലെ അയാൾ അവിടെ ഇറങ്ങിയിട്ടുണ്ടാവും, എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതിന് മുമ്പേ അവിടെ എത്തണം, ആ സമയത്തേക്ക് നമ്മൾ അവിടെ എത്തണം എന്നൊക്കെ ഉദ്ദേശിച്ച് നമ്മൾ പറയില്ലേ. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ എന്നോട് നമുക്ക് നോക്കാം.
സബ്ജക്റ്റ് ഉണ്ടാവും, വില്ല്, ഹാവ്, അതുപോലെ വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഹാവ് ഉള്ളത് കൊണ്ട് തന്നെ PP ഫോമാണ് ഉണ്ടാവുക, V3. അപ്പോൾ ഇത്തരം സെൻറ്റൻസുകളിലൊക്കെ ഹാവ് എന്നതിൻ്റെ അർത്ഥം ഉണ്ട് എന്നാണ്. പ്രസൻറ്റിൽ വരുമ്പോൾ ഉണ്ട് എന്നും, പാസ്റ്റിലാണെങ്കിൽ ഉണ്ടായിരുന്നു എന്നും, ഫ്യൂച്ചറിൽ വരുമ്പോൾ ഉണ്ടായിരിക്കും, ഉണ്ടാകും. അതപ്പോൾ അവിടെ എല്ലാത്തിനൊരു ഉണ്ട് എന്ന അർത്ഥം അവിടെ വരും. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസുമായിട്ട് വരാം. ബൈ, ടേക്ക് കെയർ, താങ്ക് യു.